ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ ഹെയർ ബാൻഡ് പ്ലെയിൻ ആയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇത് നമ്മുടെ കുട്ടികളുടെയൊക്കെ ഹെയറിലിടുന്ന ടിക് ടാക്ക് ക്ലിപ്പ്, അതല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പ്, അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ഹെയറിലിടുന്ന ക്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ക്ലിപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഡ്രസ്സ് ഏതാണെങ്കിൽ അതിൽ നിന്ന് ഇതേപോലെ ഒരു കട്ട് പീസ് എടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് അതിൽ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ടൈലറുടെ നിന്ന് ഇതുപോലത്തെ സാധനങ്ങൾ മേടിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നീടായാലും ക്ലിപ്പ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഡ്രസ്സാണെങ്കിലും വേണമെങ്കിലും അതും ആയാലും ഇതേപോലെ പീസ് ബാക്കിയുള്ളത് മേടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഹെയർ ബാൻഡാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഹെയർ ബാൻഡൊക്കെ ആകുമ്പോൾ ഇതേപോലെ ഒരു പീസ് ക്ലോത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കേടായ ഹെയർ ബാൻഡൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗം മടക്കി ഇതേപോലെ ഒട്ടിക്കുക കേട്ടോ. ഈ ഒരു ഗ്ലൂ നല്ല ഗ്ലൂ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏത് ടൈപ്പ് ഗ്ലൂ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒട്ടിക്കാനൊക്കെ ആയിട്ട്. അതിനുശേഷം ഇതിൻ്റെ ഉൾഭാഗത്തും കുറച്ച് ഇട്ടതിന് ശേഷം ഇങ്ങനെ കവർ ചെയ്ത് ഒട്ടിക്കുക കേട്ടോ. അതായത് ഒരു സൈഡ് ഒട്ടിച്ചിട്ട് മറ്റേ സൈഡ് എടുക്കുക കേട്ടോ. ഇതേപോലെ അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. പ്ലെയിൻ ആയിട്ട് വെക്കേണ്ടവരാണെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് വീണ്ടും നമ്മളൊരു സ്ട്രിപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ആക്കുക. എന്നിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മളിതാ ഇങ്ങനെ മടക്കുക. അതേ കണ്ടോ, ഇതേപോലെ ഒന്ന് മടക്കുക. അപ്പോൾ ഒരു ട്രയാങ്കിൾ പീസ് പോലെ അവിടെ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളത് റോൾ ചെയ്യുക. ആ ട്രയാങ്കിൾ പീസിൻ്റെ അവിടെ റോൾ ചെയ്ത് അവസാനിക്കുമ്പോൾ വീണ്ടും നമ്മളതിനെ ഇങ്ങനെ മടക്കുക. എന്നിട്ട് റോൾ ചെയ്യുക കേട്ടോ. അവിടെ അവസാനിക്കുന്നിടത്ത് വീണ്ടും ആക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ സ്വന്തമായിട്ട് കുട്ടികൾക്ക് വേണമെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തേക്ക് ഉണ്ടാക്കിയിട്ട് അമ്മമാർക്കും വേണമെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. അമ്മമാർ ഇടുന്ന ക്ലിപ്പുമ്മലൊക്കെ വെക്കുക കേട്ടോ. ഇതേപോലെ ആക്കി കൊടുത്ത് നമ്മളെ വലിപ്പം എത്ര വേണമെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു സൂചി നൂല് എടുക്കുക കേട്ടോ. എന്നിട്ട് ആ എൻഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അതൊന്ന് മടക്കി വെച്ചതിന് ശേഷം ആ ഭാഗത്തൊന്ന് തുന്നി കൊടുക്കാം. മാച്ചായിട്ട് നൂലെടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് കുത്തിയിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് സൂചി എടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കുത്തി ഇതേപോലെ സൂചി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫിക്സ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. അതിനുശേഷം ഒന്ന് ചുറ്റി കെട്ടിയും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ട് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് കളർഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ, ഇത് കളർഫുള്ളായിട്ടുള്ളൊരു ക്ലോത്ത് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് ഇതേപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള കളറുകളിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തുമ്പ് പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അതിനുശേഷം ഞാൻ വീണ്ടും സൂചി നൂലും തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഫിക്സ് ചെയ്യാനായിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ചാലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഗ്ലൂ ഇല്ലാത്തവർക്ക് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ നമ്മളൊന്ന് കുത്തി എടുത്തിട്ട് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ താഴേക്കോടെ എടുക്കുക കണ്ടോ, ഇതേപോലെ. എന്നിട്ട് നമ്മുടെ ഫ്ലവറിലോട്ട് കുത്തി കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ എടുത്ത് വീണ്ടും ഇതാക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ഇനങ്ങുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടില്ലേ ക്ലോത്ത്, അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 1-2 പ്രാവശ്യം നമ്മളിത് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ അത് ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ ഗ്ലൂ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ഗ്ലൂ ആയിട്ട് വെച്ച് കൊടുക്കുന്നത് നമ്മൾ താഴെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ ഒട്ടിച്ചിട്ട് വേണം കയറ്റി കൊടുത്തിട്ട് വേണം കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഫിക്സ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഭാഗം എനിക്ക് ഇഷ്ടമായില്ല. ഞാനതുകൊണ്ട് അത് റിമൂവ് ചെയ്ത് കളഞ്ഞ് പ്ലെയിൻ ആക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ആ പ്ലെയിൻ റിബൺ ഹെയർ ബാൻഡ് വെച്ചപ്പോഴാണ് എനിക്ക് ഇഷ്ടമായത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കോൺട്രാസ്റ്റ് കളർ റിബണും ഒക്കെ ആയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഇനി ആരും സ്റ്റിച്ച് ചെയ്ത് ബാക്കി വരുന്ന തുണികൾ കളയരുത് കേട്ടോ. എല്ലാം കളക്ട് ചെയ്ത് വെക്കണേ. ഇനിയിപ്പോൾ ടിക് ടാക്ക് ക്ലിപ്പുമ്മലാണെങ്കിലും ഇതേപോലെ വെച്ച് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അവിടെ തുന്നി വയ്ക്കൽ നടക്കില്ല കേട്ടോ. ഗ്ലൂ തന്നെ വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ലിപ്പുമ്മൽ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് അമ്മമാർക്ക് വേണമെങ്കിൽ അമ്മമാരെ ക്ലിപ്പുമ്മൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താൽ 1, 2, 3 ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കി കൊടുക്കുക. സൈസൊക്കെ ചെറുതൊക്കെ ആക്കിയിട്ട് മാച്ചാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എന്തായാലും പറയാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ.